നോട്ടത്തിൽ ചുറ്റിക്കട ഷേപ്പ്, പക്ഷെ അതിന് പല ഫേസസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് ചെയ്യാം. അതുകൊണ്ട് പ്രത്യേക രീതിയിൽ ചൂട് കൊടുക്കുകയാണ് ചെയ്യാം. അത് നല്ലപോലെ ചൂടാക്കിയിട്ട് അതുകൊണ്ട് ചൂട് കൊടുക്കുകയാണ്. അങ്ങനെ ചിലപ്പോൾ ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ മാറാം, അല്ലെങ്കിൽ 2-3 പ്രാവശ്യം, അതും ആഴ്ചയിൽ 1 പ്രാവശ്യമേ ചെയ്യുള്ളൂ. ഡോക്ടർ, അതുപോലെ അഗ്നികർമ്മ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്? നമ്മുടെ ഈ ഹീലിംഗുമായിട്ട് കണക്റ്റഡ് ആണോ? അഗ്നികർമ്മം ആയുർവേദത്തിലെ സർജറി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതിനെ ശല്യതന്ത്രം എന്ന് പറയും. സുശ്രുതാചാര്യനാണ് ശല്യതന്ത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഉപജ്ഞാതാവെന്ന് വേണമെങ്കിൽ പറയാം. ലോകം മുഴുവനും WHO സർജറിയുടെ പിതാവായിട്ട് കാണുന്നത് സുശ്രുതാചാര്യനെയാണ്. അപ്പോൾ ആ ശല്യതന്ത്രത്തിലെ അതിൽ 3 കർമ്മങ്ങളുണ്ട്: ശസ്ത്രകർമ്മം, ക്ഷാരകർമ്മം, അഗ്നികർമ്മം. ശസ്ത്രകർമ്മം കീറി മുറിച്ച് ചെയ്യുന്ന സർജറി. ക്ഷാരകർമ്മം അത് ക്ഷാരസൂത്രം എന്ന് പറയും. നൂലാണ്, ഒരു പ്രത്യേക തരത്തിൽ ഉണ്ടാക്കുന്ന നൂലാണ്. അതുകൊണ്ട് ഈ പൈൽസ്, ഫിസ്റ്റുല പോലുള്ളതൊക്കെ കെട്ടിയിട്ട് കളയുക, അത് ക്ഷാരകർമ്മം. അഗ്നികർമ്മം ഇതിൽ 3ലും ശ്രേഷ്ഠം അഗ്നികർമ്മമാണ്. കാരണം അഗ്നികർമ്മം കൊണ്ട് മാറുന്ന രോഗം പിന്നീട് പുനരാവിർഭവിക്കുകയില്ല. ആ പുനർഭവം എന്നൊരു ഗുണമുണ്ട്. സൈഡ് എഫക്റ്റുകളൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു നിമിഷം തന്നെ റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതാണ് അഗ്നികർമ്മം. അപ്പോൾ അഗ്നികർമ്മം ഞാൻ 2006 മുതൽ അത് സ്പെഷ്യലൈസ് ചെയ്യുകയും അത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഏതൊക്കെ രോഗങ്ങൾക്കാണ് ചെയ്യുന്നത്? അത് അഗ്നികർമ്മം നമുക്ക് ഇപ്പോൾ നിലവിൽ ചെയ്യുന്നത് ഉപ്പൂറ്റിക്കുണ്ടാവുന്ന കാൽക്കേനിയസ് പെർ പ്ലാന്റാർ ഫേഷ്യേറ്റിസ്, ഉപ്പൂറ്റിക്കുണ്ടാവുന്ന പെയിനാണത്. പിന്നെ കൈമുട്ടിലുണ്ടാവുന്ന ടെന്നീസ് എൽബോ, അതിവിടെ ലാറ്ററൽ സൈഡിലും മീഡിയൽ സൈഡിലും ഉണ്ടാവാം. പിന്നെ കൈ പത്തി തരിപ്പ് എന്ന് പറയും. അപ്പോൾ ഈ ഭാഗത്തുണ്ടാവുന്ന ഒരു അൾനാർ നെർവും റേഡിയൽ നെർവ്, അൾനാർ നെർവ്, അത് വരുന്ന ഒരു ഗ്രൂവ് ഉണ്ട്. ആ ഭാഗത്തുണ്ടാകുന്ന ഒരു കംപ്രഷനാണ് ഇങ്ങോട്ടുള്ള നെർവ് കണ്ടക്ഷൻ ഇല്ലാതെ ആയിട്ട് കൈപ്പത്തി തരിപ്പ്. അപ്പോൾ കൈ മരവിപ്പ്, ഭാരം, എന്തെങ്കിലും പിടിക്കാൻ പറ്റായിക, പിടിച്ചാൽ വീണ് പോവുക, പിന്നെ പെയിൻ കൂടി ഇങ്ങോട്ട് വരും. അപ്പോൾ അതിന് സർജറിയാണ് മോഡേൺ സയൻസിലുള്ളത്. നമുക്ക് അഗ്നികർമ്മം ചെയ്യുന്ന ഒരു ഗോൾഡ് കൊണ്ടോ പഞ്ചലോഹം കൊണ്ടോ ഉള്ള ഒരു ശലാക എന്നാണ് പറയുക, ഒരു ചുറ്റികട ഷേപ്പ്. പക്ഷെ അതിന് പല ഫേസസ് ഉണ്ട്. ഒറ്റ നോട്ടത്തിൽ ചുറ്റികട ഷേപ്പ്, പക്ഷെ അതിന് പല ഫേസസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിതിന് ചെയ്യാം. അതുകൊണ്ട് പ്രത്യേക രീതിയിൽ ചൂട് കൊടുക്കുകയാണ് ചെയ്യാം. അത് നല്ലപോലെ ചൂടാക്കിയിട്ട് അതുകൊണ്ട് ചൂട് കൊടുക്കുകയാണ്. അങ്ങനെ ചിലപ്പോൾ ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ മാറാം, അല്ലെങ്കിൽ 2-3 പ്രാവശ്യം, അതും ആഴ്ചയിൽ 1 പ്രാവശ്യമേ ചെയ്യുള്ളൂ. അതിപ്പോൾ ഏതിന് ചെയ്യുകയാണെങ്കിലും ആഴ്ചയിൽ 1 പ്രാവശ്യം. അപ്പോൾ കാർപ്പൽ ടണൽ സിൻഡ്രോം. പിന്നെ വിരലിങ്ങനെ മടങ്ങിയിട്ട് നിവരുമ്പോൾ ടക്കെന്നുള്ള ശബ്ദം കേട്ടിട്ട് നിവരുക. ഇവിടെ ഭയങ്കര പെയിൻ ഉണ്ടാവും. അത് ഈ ഭാഗത്തുണ്ടാകുന്ന ഇൻഫ്ലമേഷനൊക്കെയാണ് കാരണം. അപ്പോൾ അതിന് നമ്മൾ ഇവിടെയാണ് അഗ്നികർമ്മം ചെയ്യുക. അങ്ങനെ ട്രിഗർ ഫിംഗർ എന്നാണ് ഈ അസുഖത്തിന് പറയുക. പിന്നെ നമുക്ക് എവിടെ ലോക്കലായിട്ട് പെയിൻ ഉണ്ടാകുമോ, ലോക്കൽ പെയിൻ ഉണ്ടല്ലോ, വെറുതെ നിർവീഴ്ചയും പഴുക്കുന്ന തരമല്ല, പഴുക്കുന്ന ടൈപ്പല്ല, അല്ലാതെ വേദനയും ചെറിയ നിർവീഴ്ചയും ഉണ്ടെങ്കിൽ ആ ലോക്കലായിട്ട് അഗ്നികർമ്മം ചെയ്യാം. അതിന് ചെറിയ ശലാകയുണ്ട്, വിരലിൻ്റെ അത്ര പോലും വണ്ണമില്ലാത്ത ചെറിയ ശലാകയുണ്ട്. അതുകൊണ്ട് ചൂട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ കംപ്ലീറ്റ് പെയിൻ മാറും. ഇതിപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ തണ്ടലിലെ വേദനയും ബാക്ക് പെയിനും സയാറ്റിക്കായിട്ട് നടക്കാൻ പറ്റാതെ എടുത്തുകൊണ്ട് വരുന്ന കേസുകളുണ്ട്. ഞാനുടനെ അവരെ കിടത്തിയിട്ട് വെർട്ടിബ്രേഡ് അവിടെയും പിന്നെ സയാറ്റിക് നെർവിൻ്റെ അത് പോകുന്ന പാത്വേസ് ഉണ്ട്. അതിൽ ചില മർമ്മങ്ങളുണ്ട്, നമ്മുടെ മർമ്മസ്ഥാനങ്ങളുണ്ട്. ആ മർമ്മസ്ഥാനങ്ങളിൽ ഇത് നിർമ്മം ചെയ്യും. അപ്പോൾ അവർ അപ്പം തന്നെ, അത് കഴിഞ്ഞ ഉടനെ അവർ 4 മിനിറ്റ് വേണ്ടു, അവരെഴുന്നേറ്റ് നടന്നു പോകും. അത്രയ്ക്ക് പെയിൻ പെട്ടെന്ന് മാറുന്ന, ഇത്ര പെട്ടെന്ന് പെയിൻ മാറുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് നീർമ്മമല്ലാതെ ഈ ലോകത്ത് വേറെ ഒന്നും ഇല്ല എന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. അങ്ങനെ പെട്ടെന്ന് ഒരു മരുന്നും അങ്ങനെ പെട്ടെന്ന് പെയിൻ മാറി വരുന്നില്ലല്ലോ. അതുപോലെ ആണി രോഗം അത് കരിക്കുക, വാർട്ടൊക്കെ ഇല്ലേ, അരിമ്പാറ, പാലുണ്ണി, അങ്ങനെയുള്ളതെല്ലാം, സ്കിന്നിലുണ്ടാകുന്ന വാർട്ട്, അത് പിന്നെ ഈ കൺപീലിയോട് ചേർന്നൊക്കെ ഇങ്ങനെ വരും. കൺപീലി ഉണ്ടാകുന്ന ആ ഐലാഷിനോടൊക്കെ ചേർന്ന് ഉണ്ടാവും. പിന്നെ കണ്ണിനടുത്തൊക്കെ ഉണ്ടാവുന്ന വാർട്ടൊക്കെ അതൊക്കെ കരിക്കും. മുഖത്തൊക്കെ നിറച്ച്
അരിമ്പാറയൊക്കെ ആയിട്ട് ആൾക്കാർ വരും, കഴുത്തിലും എല്ലാം. അപ്പോൾ അതൊക്കെ നൂറുകണക്കിനുണ്ടാവും ഇവിടെ എല്ലാമായിട്ട് ഇങ്ങനെ വരും. അതൊക്കെ പെട്ടെന്ന് ഇതിന് മറുക് പോകും. മറുക് ജന്മനാ ഉള്ള വലിയ മറുക്. ഒരു കുട്ടിയുടെ കാര്യം, ഈ വലതുവശം മൊത്തം ഇങ്ങനെ വലിയ മറുക്, കൈവെള്ളയുടെ അത്ര വലിപ്പമുള്ള മറുക് ഇവിടെ ഉണ്ടായിരുന്നു. ജന്മനാ ഉള്ളതാണ്. വലുതായി വരുന്ന കുട്ടി വലുതാവുന്നതിനനുസരിച്ച് ഇതും വലുതായി. ഒരു 27 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ആ കുട്ടീൻ്റെ അടുത്ത് വരുന്നത്. അത് ഞാൻ കംപ്ലീറ്റ് കരിച്ചു. 4-5 സിറ്റിംഗ് കൊണ്ട് കംപ്ലീറ്റ് കരിച്ചു. പിന്നെ ഇപ്പം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നെന്നേ തോന്നില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ശലാക കൊണ്ട് നമ്മൾ കരിക്കുകയോ ഇപ്പോൾ സ്കിന്നിൽ എവിടെയാണെങ്കിലും ഇത് കരിച്ചു കഴിഞ്ഞാൽ അവിടെ പാടൊന്നും ഉണ്ടാവില്ല. അത് ഭയങ്കര അത്ഭുതമാണ്. സാധാരണ നമ്മൾ എന്തുകൊണ്ട് പൊള്ളിയാലും അതിൻ്റെ പാട് നിൽക്കും. പക്ഷേ ഈ ശലാക കൊണ്ട് ഇത് പഞ്ചലോഹമാണ്. ഗോൾഡിന് വില കൂടുന്നത് കൊണ്ട് ഇപ്പം ഗോൾഡ് കൊണ്ട് ശലാക ഉണ്ടാക്കണില്ല, പഞ്ചലോഹം കൊണ്ടാണ്. അപ്പോൾ ആ പഞ്ചലോഹം കൊണ്ടുള്ള പൊള്ളലേറ്റ് കഴിഞ്ഞാൽ പൊള്ളൽ വേഗം മാറി വേദനയാണോ? അത് നല്ല ചൂടിൽ വെക്കണം. ചിലപ്പോൾ കരിക്കുന്നതിനൊക്കെ കരിക്കുന്നതിന് നല്ല ചൂട് വെക്കണം. പെയിനാണെങ്കിൽ ചെറിയ ശലാകയുടെ പോയിന്റഡ് എൻഡ് മാത്രമാണ്, സൂചിയുടെ അറ്റം പോലെ പോയിന്റഡ് എൻഡ് കൊണ്ടാണ് ടച്ച് ചെയ്യുക. അത് നമുക്ക് ചൂടത്ര അറിയില്ല. പക്ഷേ കരിച്ച് കളയുന്നതിന് നമ്മളിത് വെച്ച് കരിക്കുകയും പെട്ടെന്ന് കറ്റാർവാഴ നെടുകെ മുറിക്കും. അങ്ങനെ അതിൻ്റെ ഉള്ളിലപ്പം ആ ജെല്ലാണല്ലോ, തണുപ്പുണ്ടാവും. അപ്പോൾ ഇത് വെക്കുകയും അതുകൊണ്ട് പെട്ടെന്ന് പൈപ്പിക്കുകയും വേണം, പെട്ടെന്ന് തുടക്കണം. അപ്പം നമ്മൾ ഈ ചൂടറിയില്ല. ഇത് പെട്ടെന്ന് ടച്ച് ചെയ്യുകയും തുടക്കുകയും കൂടെ ചെയ്യുമ്പോൾ ചൂടേ അറിയില്ല. അത് അങ്ങനെ ഒരു സ്കിൽ വേണം അതിന്. അത് ടച്ച് ചെയ്യുന്നു, തുടയ്ക്കുന്നു, എന്നാലേ ആ ചൂട് അറിയാതെ വരുള്ളൂ. അപ്പോൾ വെരിക്കോസിന് ഇതല്ല. അതിൽ നമുക്ക് ആയുർവേദത്തിലെ ട്രീറ്റ്മെന്റ് ഉണ്ട്. പിന്നെ അതുകൂടാതെ സുജോക്കിലെ ഒരു ബാർ മാഗ്നറ്റ് എന്ന് പറയും. അത് നമ്മുടെ ഈ 12 മെറിഡിയൻ ബോഡിയിലുള്ള അക്യുപഞ്ചറിൽ പറയുന്ന 12 മെറിഡിയൻ ഈ 2 വിരലുണ്ട്. ഈ 2 വിരലിൽ ഹാർട്ട് മെറിഡിയൻ ഇവിടെയാണ്. ഹാർട്ട് മെറിഡിയനിൽ ഈ ബാർ മാഗ്നറ്റ് വെക്കുമ്പോൾ ആ ഫ്ലോ കറക്റ്റ് ആവുകയും ഇവിടെ കെട്ടി നിൽക്കുന്ന അശുദ്ധ രക്തം തിരികെ പോവുകയും ചെയ്യും. എനിക്ക് ഒരുപാട് കേസുകൾ അതിന് വരുന്നുണ്ട്. അപ്പോൾ ഒരാൾക്കത് കുറയുന്നത് കണ്ടിട്ട് പിന്നെ ഒരുപാട് പേര് അതറിഞ്ഞിട്ടിങ്ങനെ വരുന്നത് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് ഇപ്പോൾ വെരിക്കോസിറ്റിക്കാർക്കെല്ലാം ഞാൻ ഇതുകൂടെ ചെയ്യാറുണ്ട്. ഹെർണിയ പോലുള്ളതിന് ഞാൻ യോഗയാണ് നിർദ്ദേശിക്കുക. ആയുർവേദത്തിൽ മരുന്ന് കൊടുക്കും. പക്ഷേ ഹെർണിയ എന്ന് പറയുമ്പോൾ നമ്മുടെ അവിടുത്തെ വയറിലുള്ള മസിൽസിന് വീക്ക്നെസ് ഉണ്ടായിട്ട്, മസിൽ വീക്കായിട്ട് അതിലെ കൂടി നമ്മുടെ കുടല് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നതാണ്. അപ്പോൾ ആ മസിൽ സ്ട്രെങ്ത് ആവണം. അപ്പോൾ അതിന് പ്രത്യേകം യോഗാസനങ്ങളുണ്ട്. ഒരു 4-5 തരം യോഗാസനങ്ങൾ അത് പഠിപ്പിച്ചു കൊടുക്കും. അവരത് ചെയ്യും, അത് മാറും. പിന്നെ നമുക്ക് ഉള്ളിലേക്ക് പോകും. ധാന്വന്തരം തൈലം പോലുള്ളത് വെക്കാനും പിജു ആയിട്ട് വെക്കാനും മരുന്നും കൂടെ കൊടുക്കും. അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഈ നമ്മുടെ യൂട്രസ് പ്രൊലാപ്സ് ചെയ്യുക, അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡർ പ്രൊലാപ്സ് ചെയ്യുക, റെക്റ്റം പ്രൊലാപ്സ് ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതും ഇതുപോലെ ഏറ്റവും താഴെയുള്ള മസിൽസ് വീക്കായിട്ടാണ്. അപ്പോൾ അതിന് നമ്മൾക്ക് യോഗാസനങ്ങളുണ്ട്. ആ മസിൽ സ്ട്രെങ്തൻ ചെയ്യാനുള്ളത് മരുന്ന് കൂടെ അപ്ലൈ ചെയ്തിട്ട് ഈ യോഗാസനം കൂടെ ചെയ്യുമ്പോൾ അവിടുത്തെ മസിൽസ് എല്ലാം സ്ട്രെങ്തൻ ചെയ്യുകയും ഇത് തിരികെ വരികയും ചെയ്യും. എനിക്കങ്ങനെ ഒരുപാട് കേസുകൾ കിട്ടിയിട്ടുണ്ട്. യൂട്രസൊക്കെ നല്ലപോലെ പുറത്തേക്ക് വന്ന കേസ്. ഒരു ഭയങ്കര പാവപ്പെട്ടൊരു സ്ത്രീയാണ്. അവർക്ക് വീട്ടുപണിക്കൊക്കെ പോകുന്നൊരു സ്ത്രീയാണ്. അവർക്ക് ട്രീറ്റ്മെൻറ്റിനോ പണം ചിലവാക്കാനോ ഒന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ വളരെ പൈസ കുറവുള്ള മരുന്ന് കഴിക്കാൻ കൊടുക്കുകയും ഈ യോഗാസനം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അവർ നന്നായിട്ട് ചെയ്തു, അവർക്ക് മാറി. അതുപോലെ ഹെർണിയ ഉള്ളവർക്കും ഇതുപോലെ പോകും. അതായത് അബ്ഡോമിനൽ മസിൽസും ഇന്റേണൽ ഓർഗൻസിനെ അവിടെ പിടിച്ചു നിർത്തുന്ന മസിൽസ് ഉണ്ട്, ഇന്റേണൽ മസിൽസ്. അതൊക്കെ സ്ട്രെങ്തൻ ചെയ്യും. അതുകൊണ്ട് അത് മാറും. ഹെർണിയ ഉള്ളവര്, അതുപോലെ ഡിസ്ക് പ്രൊലാപ്സ് ഇല്ലേ, മിക്കവാറും എന്തെങ്കിലും വീഴുന്നത് കൊണ്ടോ വെയിറ്റ് എടുക്കുന്നത് കൊണ്ടോ ഒക്കെയാണ് പൊതുവേ ഡിസ്ക് പ്രൊലാപ്സ് വരാറുള്ളത്. അതുകൂടാതെ എല്ല് തേയ്മാനം കൊണ്ട് ഈ വെർട്ടിബ്രയുടെ ഷേപ്പൊക്കെ മാറും. പ്രായം കൂടുന്തോറും, പ്രായം അധികം ആവാതെ തന്നെ അങ്ങനെ ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ ഡിസ്ക് കംപ്രഷൻ വരികയും വെർട്ടിബ്ര ഇങ്ങനെ അടുക്കുകയും കംപ്രഷൻ വരികയും ഉള്ളിലുള്ള ജെൽ ടൈപ്പാണ് ഡിസ്ക്, അത് പുറത്തേക്ക് ചാടുകയും വെർട്ടിബ്രയിലിൻ്റെ ഉള്ളിലൂടെ വരുന്ന ആ സ്പൈനൽ കോഡിനെ ചെന്ന് ഇടിച്ചു നിൽക്കുകയും അങ്ങനെയാണ് പെയിൻ വരുന്നത്.
അപ്പം അങ്ങനെയൊക്കെ വരുന്ന കേസിൽ നമുക്ക് മിക്കവാറും മസിൽ കുറച്ചൊരു വേസ്റ്റിംഗ് ഉണ്ടാവും അവർക്ക്. മസിൽ സ്ട്രോങ് അല്ലാത്തവർക്കാണ് ഇങ്ങനെ എന്തെങ്കിലും ചെറിയ കാരണങ്ങൾ കൊണ്ട് തന്നെ ഡിസ്ക് പ്രൊലാപ്സ് വരിക. അതിന് യോഗാസനങ്ങൾ കൂടെ ചെയ്യും. അതിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള പഞ്ചകർമ്മയിൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, അത് ചെയ്യുകയും അതോടൊപ്പം യോഗാസനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും പിന്നെ എല്ല് തേയ്മാനം കൊണ്ടാണെങ്കിൽ എല്ല് തേയ്മാനം മാറാനുള്ള മരുന്ന് കൊടുക്കുകയും ഈ കംപ്രഷൻ മാറാനുള്ള കഷായമല്ല, അവിടെ ലോക്കലായിട്ട് അപ്ലൈ ചെയ്യേണ്ട തൈലങ്ങളുണ്ട്, വസ്തിയുണ്ട്. പഞ്ചകർമ്മയിലെ വസ്തി എന്ന് പറയും, മാത്രാവസ്തി, അതൊക്കെ ചെയ്യുന്നു. കടിവസ്തി, മാത്രാവസ്തി അല്ലെങ്കിൽ ഗ്രീവാവസ്തി, അങ്ങനെയുള്ള അതൊക്കെ ചെയ്യുന്നു. അങ്ങനെ അതിനെ കറക്റ്റ് ചെയ്യുന്നു. പിന്നെ ഉള്ളിൽ കൊടുക്കാനുള്ള ഇപ്പം കഷായമൊന്നും കുടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ കഷായങ്ങളും ഗുളിക രൂപത്തിലുണ്ട്, എല്ലാ തൈലങ്ങളും ഗുളിക രൂപത്തിലുണ്ട്. നെയ്യുകൾ സോഫ്റ്റുകളായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ആയുർവേദം കഴിക്കുന്ന അത്ര പ്രയാസമൊന്നുമില്ല. ചെറിയ കുട്ടികൾക്ക് സിറപ്പ് രൂപത്തിലെല്ലാം വന്നിട്ടുണ്ട്. ഇങ്ങനെ പ്രയാസമൊന്നുമില്ല. ഡയബറ്റിക് പേഷ്യൻസ് അവർ എന്ന് ഒരുപാട് ഞാൻ കമൻറ്റ് ബോക്സിൽ കണ്ടിട്ടുണ്ട്, അത് പൂർണ്ണമായിട്ട് മാറുമോ ഡയബറ്റിക്സ്? ഈ പാങ്ക്രിയാസിന് വരുന്ന അല്ലെങ്കിൽ ഡിഫക്റ്റ് ആണല്ലോ, അപ്പോൾ അത് മാറാൻ വല്ല വഴിയുണ്ടോ, അല്ലെങ്കിൽ കൺട്രോൾ നിർത്തല പൂർണ്ണമായിട്ട് സുഖപ്പെടാൻ വല്ല വഴിയുണ്ടോ എന്നുള്ളത് അത് ഈ ആയുർവേദത്തിൽ അങ്ങനെ എന്നുവെച്ചാൽ ആയുർവേദത്തിൽ പ്രമേഹത്തെ 20 തരം ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ 20ാമത്തെ സ്റ്റേജാണ് മധുമേഹം നമ്മളിപ്പോൾ എല്ലാവരിലും കണ്ടുവരുന്നത്. പക്ഷേ ആദ്യത്തെ 10 സ്റ്റേജിലൊക്കെ വരുന്നവരെ നമുക്ക് നിശേഷം മാറ്റാൻ പറ്റും. പക്ഷേ നമുക്ക് ഒരുപാട് താമസിച്ചു പോയി എങ്കിൽ അത് നിശേഷം മാറ്റുന്ന കാര്യം ഇത്തിരി പ്രയാസം തന്നെയാണ്. പിന്നെ എങ്കിലും തുടക്കത്തിലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ മാറ്റിയിട്ടുമുണ്ട്. തുടങ്ങി അധികമായിട്ടില്ല, ആദ്യത്തെ സ്റ്റേജിലൊക്കെ തന്നെ കാണാൻ പറ്റുകയാണെങ്കിൽ. ചിലരൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് നല്ല ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുന്നവരുണ്ട്. ക്ഷീണം വന്നാൽ അവർ ഉടനെ എന്താണ് ഇതിന് കാരണമെന്ന് നോക്കും. അങ്ങനെയൊക്കെ ഉള്ളവരാണ് പെട്ടെന്ന് നമുക്ക് രൂപത്തിലാണോ അതോ അല്ല, ഈ എക്സർസൈസ് മെയിനാണ്. പ്രമേഹത്തെക്കുറിച്ചുള്ള ചികിത്സ ആയുർവേദത്തിൽ പറയുന്നതിൻ്റെ 20 ടൈപ്പ് പ്രമേഹത്തിനും ചികിത്സകൾ പറഞ്ഞിട്ട് ഏറ്റവും അവസാനം പറഞ്ഞിട്ടുള്ളത് അധന ഛത്രപാദത്രരഹിതവും മുനിവർത്തന. അധനൻ, പണമില്ലാത്തവൻ, ഈ മരുന്നൊന്നും വാങ്ങിച്ച് കഴിക്കാൻ പണമില്ലാത്തവൻ ചെരുപ്പും കുടയൊന്നും ഇല്ലാതെ ഒരു പശുവിനെ അഴിച്ചു വിട്ടിട്ട് അതിൻ്റെ പുറകെ പോവുക. പശു പറയാൻ കാരണം പണ്ട് കാലത്ത് പശുക്കൾ എല്ലാവർക്കും ഉള്ളതുകൊണ്ടാണ്. കൃഷിയായിരുന്നല്ലോ എല്ലാവർക്കും ജീവിതമാർഗം. അല്ലെങ്കിൽ ഒറ്റയ്ക്കൊരു കിണർ കുഴിക്കുക, പത്ര ഇങ്ങനെ കല്ലിലും മുള്ളിലും ഒക്കെ ചവിട്ടിങ്ങനെ പൊയ്ക്കൊള്ളണം. കാലിന് ഒരു അക്യൂപ്രഷർ ഇതുകൂടെ കിട്ടണം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെരുപ്പില്ലാതെ നടക്കാൻ പറയണത്. അപ്പോൾ അങ്ങനെ എന്ന് വെച്ചാൽ വ്യായാമമാണ് ഈ മരുന്നിനേക്കാളൊക്കെ എഫക്റ്റ് എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. അപ്പോൾ വ്യായാമം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടാതെ മരുന്നുകൾ കഴിക്കാം. അങ്ങനെ അതിനെ നമുക്ക് ഒരുപാട് മാറ്റാൻ പറ്റും. പിന്നെ മനസ്സ് ഇതിൽ ഏറ്റവും പ്രധാനമാണ്. ഇപ്പോൾ ഏത് രോഗത്തിലും മനസ്സ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് മനസ്സ് എപ്പോഴും നമ്മൾ ധ്യാനമൊക്കെ പരിശീലിച്ച് പ്രാണായാമമൊക്കെ ചെയ്ത് എപ്പോഴും സ്റ്റേബിളാക്കി വെക്കണം. ടെൻഷനോ ആൻസൈറ്റിയോ ഒന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ സൂക്ഷിക്കണം. അതെല്ലാവരും പൊതുവെ കാണാറുള്ളത്. പലർക്കും ഈ ആൻസൈറ്റിയും ഡിപ്രഷനും ടെൻഷനും ഒക്കെയാണ് ഈ രോഗാവസ്ഥകളിലേക്കൊക്കെ കൊണ്ടുപോകുന്നത്. അതിപ്പോൾ നട്ടലിൻ്റെ വേദനയാണെങ്കിലും ഈ പറഞ്ഞ ഡയബറ്റീസ് ആണെങ്കിലും ഇനി എന്ത് അസുഖമാണെങ്കിലും ഇതെല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ അതിനൊക്കെ മാം പറഞ്ഞ പോലെ യോഗ, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള മരുന്നുകളും കാര്യങ്ങളും, അഗ്നികർമ്മ, അങ്ങനെയുള്ള ഒരുപാട് പരിഹാരം. ഈ പറഞ്ഞ മുട്ടിനുണ്ടാകുന്ന ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, എല്ല് തേയ്മാനം കൊണ്ടുള്ള മുട്ടുവേദന, നട്ടലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതാണല്ലോ ഇപ്പോൾ കൂടുതലും ആൾക്കാർക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതിന് ഞാൻ പഞ്ചകർമ്മ ചെയ്യും, അഗ്നികർമ്മ ചെയ്യും, സുജോഗ് ചെയ്യും. ഇത് മൂന്നും കൂടെ കമ്പൈൻ ചെയ്ത് ചെയ്യുമ്പോൾ പെട്ടെന്ന് അസുഖം മാറുന്നു. അത് ഭയങ്കര അത്ഭുതാവഹമായിട്ടുള്ളൊരു റിസൾട്ടാണ്. നമ്മൾ മന്ത്രങ്ങൾ ഉരുവിടുന്നതിന് ഓരോ രീതികളുണ്ട്. അപ്പം അതിൽ ഏറ്റവും ശക്തമായ, ഇപ്പം നേരത്തെ പറഞ്ഞ താന്ത്രിക് ഹീലിംഗ് ആണെങ്കിലും അതിന് തന്ത്രമുണ്ട് മന്ത്രമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ മന്ത്രം ഉരുവിടുന്നതിന് ഒരു രീതികൾ കാണുമല്ലോ. ഇപ്പോൾ ക്ഷേത്രത്തിൽ പോയാലും അതേ, നമ്മളിപ്പം വീട്ടിലിരുന്ന് ഹീലിംഗ് ചെയ്താലും അതെ, ആ രീതി ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും നല്ല പവർഫുൾ ആയിട്ടുള്ള ഏറ്റവും ശക്തമായ രീതി ഏതായിരിക്കും? മന്ത്രജപം 3 വിധമുണ്ട്. വൈഖരി, ഉപാംശു, മാനസം. വൈഖരി എന്ന് വെച്ചാൽ ഉറക്കെ പറയുന്നത്. ഉപാംശു എന്ന് വെച്ചാൽ മനസ്സിലിങ്ങനെ ജപിക്കുന്നത്, മന്ത്രിക്കുക, പിറുപിറുക്കുന്നത് പോലെ മന്ത്രിക്കുക. മാനസം എന്ന് പറയുമ്പോൾ മനസ്സിൽ മാത്രമാണ്.
മാനസമാണ് മന്ത്രം ജപിക്കേണ്ടത് എപ്പോഴും. അതിനാണ് ഏറ്റവും പവർ. കാരണം മനസ്സിൽ ജപിക്കുമ്പോൾ ആ തരംഗങ്ങൾ നമ്മുടെ ഉള്ളിലാണ് പ്രതിധ്വനിക്കേണ്ടത്. നമ്മൾ ഉറക്കെ പറയുമ്പോൾ ഈ ശബ്ദം പുറത്തേക്ക് വന്നിട്ട് നമ്മുടെ എനർജി നഷ്ടാവുകയാണ് ചെയ്യുന്നത്. വായിക്കുന്നതാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നോക്കി വായിച്ചാലും കാണാതെ പറയുകയാണെങ്കിലും മനസ്സിലാണ് പറയേണ്ടത്. എല്ലാ മന്ത്രങ്ങളും മാനസത്തിനാണ് ശക്തി ആണല്ലേ. അത് അല്ലാതെ നമ്മളെ പ്രപഞ്ചത്തിലേക്ക് ലയിപ്പിക്കുന്ന ആ രീതിയിൽ ഉച്ചത്തിൽ പറയുകയോ ചെയ്തില്ലെങ്കിൽ അതങ്ങനെ ഡിസ്പേഴ്സ്ഡ് ആയിട്ട് പോകും എന്നുള്ളത് കൊണ്ടായിരിക്കും അല്ലേ. നമ്മൾ തന്നെ സംസാരിക്കുമ്പോൾ കുറേ സമയം സംസാരിക്കുമ്പോൾ നമുക്ക് ക്ഷീണം വരികയല്ലേ അല്ലേ. അതുകൊണ്ട് എനർജി ലോസ് ആണ്. പുറത്തേക്ക് വരുന്ന എല്ലാം എനർജി ലോസ് ആണ്. അപ്പം ഉള്ളിൽ തന്നെ ഉരുവിടുകയും അത് നിത്യേന ചെയ്യുകയും ചെയ്യുമ്പോഴേക്കും അത് വലിയൊരു മാറ്റമാണ് വരുന്നത്. അതെ അതെ അതെ. പ്രാണായാമവും ഈ മന്ത്രജപവും എപ്പോഴും നമ്മൾ ചെയ്യണം, എങ്കിലേ നമ്മൾ പവർഫുൾ ആവുള്ളൂ. അതുപോലെ ശ്വാസം എത്രമാത്രം ദീർഘമായി എടുക്കാമോ, എത്രമാത്രം നമ്മൾ കുംഭകം ചെയ്യുന്നു, അത്രയും നമ്മൾ പവർഫുള്ളായി മാറും. വയറിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ഉള്ളിൽ ഹോൾഡ് ചെയ്യുക. ശ്വാസം ദീർഘമായി എടുക്കുന്നു, ഹോൾഡ് ചെയ്യുന്നു, ദീർഘമായി വിടുന്നു. അങ്ങനെ ശ്വാസത്തിൻ്റെ എണ്ണം മിനിറ്റിൽ ഇത്ര എന്ന് കുറയ്ക്കണം, കൊണ്ടുവരിക. പിന്നെ മിനിറ്റിൽ കുറച്ചിട്ട് കൂടുതലായിട്ട് എടുക്കുക. അതെ അതെ അതെ. ദീർഘമായിട്ട് എടുക്കുമ്പോൾ എണ്ണം കുറയുമല്ലോ. അങ്ങനെ ചെയ്യാം, പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ തന്നെ ഏകദേശം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളിൽ നിന്ന് മാറും. വലിയൊരു മാറ്റം നമ്മൾ കൊണ്ടുവരാനും സാധിക്കും. തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലേക്ക് ശ്രദ്ധിച്ച്, ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ച്, മന്ത്രജപം ഉണ്ടെങ്കിൽ ആ മന്ത്രജപം ചെയ്യുക. അങ്ങനെ അതെല്ലാം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ വരുന്ന മാറ്റം നമുക്കറിയാൻ സാധിക്കും. എങ്കിലും സാധാരണ എല്ലാവർക്കും അത് ചെയ്യാം. എങ്കിലും അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്നതാണ്, ഒരു ഗുരുവിൻ്റെ കീഴിൽ നിന്ന് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചിലർ യൂട്യൂബിൽ നിന്നൊക്കെ കേട്ടിട്ട് പഠിച്ചിട്ട് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് ഫീൽ ചെയ്തിട്ട് ചോദിക്കാറുണ്ട്. ഞാൻ അവരോട് പറയും, ഒരു ഗുരുവിൻ്റെ അടുത്തുനിന്ന് ശാസ്ത്രീയമായിട്ട് പഠിക്കുക, എന്നിട്ടത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ.